ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് മുട്ട കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പി നോക്കാം. ഇതിന് മുട്ട കബാബ് അല്ലെങ്കിൽ മുട്ട കട്ട്ലറ്റ് എന്നൊക്കെ പറയാം. മുട്ടയും ഉരുളക്കിഴങ്ങും വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. ഈ സ്നാക്കിന് വേണ്ടിയിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ മുട്ടയും ഉരുളക്കിഴങ്ങും തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഈ മുട്ട ഉപ്പ് ചേർത്ത് വേവിച്ചതിന് ശേഷം തോടൊക്കെ കളഞ്ഞിട്ടാണ് എടുത്തു വെച്ചിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. അപ്പോൾ ഒരു 3 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് മുഴുവനായിട്ട് തന്നെ വേവിച്ചെടുത്തിട്ട് ഇതൊന്ന് മാഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അത് നമ്മൾ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് കഴുകിയതിന് ശേഷം തൊലിയോട് കൂടിയിട്ട് തന്നെ കുക്കറിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് 2-3 വിസിൽ വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടും. എന്നിട്ട് കുക്കറിലെ സ്റ്റീം നന്നായിട്ട് പോയതിന് ശേഷം ചെറിയ ചൂടോട് കൂടിയിട്ട് നമുക്കതിൻ്റെ തൊലി മാറ്റിയിട്ട് ഇതൊന്ന് മാഷ് ചെയ്തെടുക്കാം. നമ്മുടെ കയ്യിൽ മാഷർ ഉണ്ടെങ്കിൽ മാഷർ വെച്ചിട്ട് ഉടച്ചെടുത്താൽ മതി. അല്ലെങ്കിൽ സഹിക്കാവുന്ന ചൂടൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൈ കൊണ്ട് തന്നെ നമുക്ക് ഉടയ്ക്കാം. അല്ലെങ്കിൽ ഫോർക്ക് വെച്ചിട്ട് ഉടച്ചെടുക്കാം. ചെറിയൊരു ചൂടോട് കൂടിയിട്ട് തന്നെ ഉടച്ചെടുക്കുമ്പോൾ അത് നന്നായിട്ട് നമുക്ക് മാഷ് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ഉടച്ചെടുത്തിട്ടുള്ള ഉരുളക്കിഴങ്ങാണിത്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. അതിന് ശേഷം ഇത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. ഇനി അടുത്തായിട്ട് നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ 1.5 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ നമുക്ക് റീഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ വെളിച്ചെണ്ണയിലും കുഴപ്പമൊന്നുമില്ല, ഏത് എണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഈ അരിഞ്ഞെടുക്കുന്നതിന് പകരമായിട്ട് നിങ്ങൾക്ക് ചതച്ചിട്ടും ചേർക്കാം. പിന്നെ നമുക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വഴറ്റിയെടുത്താൽ മതി, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. ഇപ്പോൾ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള കറിവേപ്പില കുറച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് പച്ചമുളകാണ്. പച്ചമുളക് 2 പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതും ഇതുപോലെ തന്നെ ഫൈനായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ്. അതും ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് 2 മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും ചേർത്ത് കൊടുക്കാം. ഇനി ഈ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഏകദേശം ഒരു യെല്ലോ കളറാവുന്ന വരെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാള നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. എരിവിനായിട്ട് 2 പച്ചമുളക് നമ്മൾ മുൻപ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എത്ര എരിവാണോ വേണ്ടത് അതിനനുസരിച്ചുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഈ പൊടികളുടെ കൂട്ടത്തിൽ ജീരകപ്പൊടിയും അതുപോലെ മല്ലിപ്പൊടിയൊക്കെ ചേർക്കാം. അപ്പോൾ ഏത് ടൈപ്പിലുള്ള മസാലയാണ് നമുക്കിഷ്ടം അതിനനുസരിച്ചുള്ള മസാലയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഈ പൊടികളുടെ പച്ചമണമൊക്കെ നന്നായി മാറി വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള പൊട്ടേറ്റോ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഈ ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ നമുക്കിനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ ഉരുളക്കിഴങ്ങും മസാലയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് യോജിക്കുന്നത് വരെ 2 മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഈ ഉരുളക്കിഴങ്ങിൽ ഇനി എന്തെങ്കിലും വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ അതൊന്ന് ഡ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത്. അങ്ങനെ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഉണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിക്കുന്ന സമയത്ത് തൊലിയോട് കൂട്ടാണ് വേവിച്ചിട്ടുള്ളത്. അപ്പോൾ ഉള്ളിലേക്ക് അങ്ങനെ വെള്ളം കയറില്ല. അപ്പോൾ അതിപ്പോൾ കറക്റ്റായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. അത് ഓപ്ഷണലാണ്, നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ ഇതിൽ കറിവേപ്പില ഓൾറെഡി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ചെറുതായി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പം നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ ഈ മസാലക്കൂട്ട് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുട്ട ഒരു കബാബിൻ്റെ ഷേപ്പിൽ റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഈ മുട്ടയൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ കബാബിന് വേണ്ടിയിട്ട് നമുക്ക് മുട്ട മുഴുവനായിട്ടും എടുക്കാം. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ, അങ്ങനെ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ 4 പീസാക്കിയിട്ട് കട്ട് ചെയ്തതിന് ശേഷമാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് മുഴുവനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഹാഫായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കട്ട് ചെയ്തെടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം.
ഇപ്പോൾ ഈ 3 മുട്ടയും നമ്മൾ 4 പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്ത് എടുത്തു വെച്ചു. ഇപ്പോൾ മൊത്തത്തിൽ നമുക്ക് 12 പീസാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കത് കബാബിൻ്റെ ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1-2 ടേബിൾ സ്പൂൺ മസാല നമ്മുടെ കയ്യിലെടുത്തിട്ട് ഇത് നന്നായിട്ട് ആദ്യം ഒന്ന് ഉരുട്ടിയെടുക്കാം. എന്നിട്ട് നമ്മുടെ കയ്യിൻ്റെ അടിയിൽ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. പിന്നെ ഈ മസാല നമ്മുടെ കയ്യിൽ ഇങ്ങനെ പരത്തുന്ന സമയത്ത് ഒട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മുടെ കയ്യിൽ കുറച്ച് എണ്ണ ഒന്ന് തടവിയതിന് ശേഷം മസാല കയ്യിൽ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ഒട്ടിപ്പിടിക്കില്ല. പരത്തിയെടുത്തിട്ട് ഈ മുട്ടയുടെ ഓരോ പീസസും ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുത്തിട്ട് ഈ മസാല കൊണ്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. കവർ ചെയ്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. ഉരുട്ടിയെടുത്തിട്ട് ഈ ഒരു ഷേപ്പിലാണ്, ഇതാണ് കബാബിൻ്റെ ഷേപ്പ്, ഈ ഷേപ്പിലാണ് നമുക്കത് ഉരുട്ടിയെടുക്കേണ്ടത്. അതിനുശേഷം നമുക്കത് മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മുട്ട ഞാൻ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. ഇനി ഈ മുട്ട അതിൻ്റെ മേലെ എല്ലാ ഭാഗത്തും നന്നായിട്ട് കവറാവുന്ന രീതിയിൽ നമുക്കതൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. ഈ സമയത്ത് ക്യാമറയുടെ പൊസിഷൻ അത്ര ശരിയായിരുന്നില്ല. അപ്പോൾ അത് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇത് നമ്മൾ സാധാരണ കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കില്ലേ, ആ ഒരു രീതിയിൽ തന്നെയാണ് ചെയ്യുക. അപ്പോൾ അത് നന്നായിട്ട് മുക്കിയെടുത്തതിന് ശേഷം ഇനി നമുക്കത് കുറച്ച് ബ്രെഡ് ക്രംസിലൊന്ന് റോൾ ചെയ്തെടുക്കാം. ബ്രെഡ് ക്രംസ് പറഞ്ഞാൽ കടയിൽ നിന്ന് വാങ്ങിക്കാനായിട്ട് കിട്ടും. ബ്രെഡിൻ്റെ പൗഡറാണ്, അല്ലെങ്കിൽ റസ്ക് പൊടി ആയാലും കുഴപ്പമില്ല. അതിലൊന്ന് നന്നായിട്ട് കവർ ചെയ്തെടുക്കാം. എല്ലാ ഭാഗവും നന്നായിട്ട് കവറാവുന്ന രീതിയിൽ ഒന്ന് റോൾ ചെയ്തെടുക്കാം. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ടൈറ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്കത് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ബ്രെഡിൻ്റെ പൊടി അതിൻ്റെ മേലെ നിന്ന് അങ്ങനെ ഇളകി വരില്ല. ഇപ്പോൾ നമ്മുടെ ആദ്യത്തെ മുട്ട ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഇനി നമുക്ക് ബാക്കിയുള്ള എല്ലാ മുട്ടയും ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഡീപ്പ് ഫ്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള എണ്ണ ഒഴിക്കാം. ഇതിപ്പോൾ ഞാൻ ഡീപ്പ് ഫ്രൈ അല്ല ചെയ്യുന്നത്, ഏകദേശം ഒരു പകുതി മുങ്ങിക്കിടക്കുന്ന രീതിയിലുള്ള എണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഞാനിത് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇഷ്ടമുള്ള ഏത് എണ്ണയും ഉപയോഗിക്കാം. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ഓരോന്നായിട്ട് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിത് എണ്ണയിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഫ്ലെയിം മീഡിയത്തിലാക്കണം. അല്ലെങ്കിൽ ഈ ബ്രെഡ് ക്രംസ് വേഗം തന്നെ കരിഞ്ഞു പോവുകയും ചെയ്യും. ഉള്ളിൽ അങ്ങനെ നന്നായിട്ട് കുക്കായിട്ടും ഉണ്ടാവില്ല. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് പിന്നെ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്കതൊരു ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി മറ്റേ ഭാഗം ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ബാച്ച് റെഡി ആയിട്ടുണ്ട്. നമുക്കത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതുപോലെ ഇനി നമുക്ക് ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ട കട്ട്ലറ്റ് അല്ലെങ്കിൽ മുട്ട കബാബ് റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. കുറേ പേർക്കൊക്കെ ഇത് ഉണ്ടാക്കാനായിട്ട് അറിയുന്നുണ്ടാവും. എന്നാൽ അറിയാത്തവർ ഇത് ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഈ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ. അപ്പോൾ ഇനി നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്